ഭക്ഷണം കുടിക്കുകയും വെള്ളം തിന്നുകയും ചെയ്യുന്നതാണ് റസൂലുള്ളാഹിന്റെ രീതിയാണ്. മനസ്സിലായ? ഭക്ഷണം കുടിക്കുക, വെള്ളം തിന്നുക, ഇതാണ് ഭക്ഷണത്തിൻ്റെ ശാസ്ത്രം. തിരിഞ്ഞില്ല, ഇത് റസൂലുള്ളാഹിന്റെ രീതിയാണ്. മനസ്സിലായില്ല? ഭക്ഷണം കുടിക്കുക എന്നാൽ എന്താ? ഭക്ഷണം കുടിക്കുക, വെള്ളം തിന്നുക, ഇത് റസൂലുള്ളാഹിന്റെ രീതിയാണ്. അതായത് കുടിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക. അതായത് അത്രത്തോളം എന്ത് ചെയ്യും? ചവച്ചരക്കും. കുറെ ക്വാണ്ടിറ്റി കേട്ടല്ല വേണ്ടത്, ഉള്ളത് ചവക്കുക. അപ്പോൾ ആമാശയത്തിന് തീരെ പണി ഉണ്ടാവില്ല, കിഡ്നിക്ക് തീരെ പണി ഉണ്ടാവും. ആ കിഡ്നി ഫെയിലർ ആവില്ല. കിഡ്നി ഫെയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ചവച്ചരക്കൽ കുറഞ്ഞു. സാധനങ്ങൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, ഭക്ഷണങ്ങൾ കുറഞ്ഞ ഭക്ഷണമാണ്. അപ്പോൾ ഉള്ളതാണ് ചവച്ച് വൃത്തിയായിട്ടും സന്തോഷത്തിലേക്ക് കഴിക്കുള്ളൂ. ഇന്ന് അങ്ങനെ സാധനങ്ങൾ കൂടിയപ്പോൾ ചവക്കാൻ നേരമല്ല. മാത്രം സാധനമുണ്ട്. ഈ പ്ലേറ്റ് ഇറച്ചി മുഴുവൻ ഞാൻ തന്നെ തിന്നണ്ടേന്ന് ആലോചിച്ചിട്ട് അപ്പൊ പിന്നെ ചവക്കാൻ നേരമല്ല. മറ്റേ അങ്ങനെയല്ല. എൻ്റെ തറവാട്ടിൽ ഞങ്ങൾ 10-26 ആളാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? വെള്ളിയാഴ്ച രാവിലെ ഇറച്ചി വാങ്ങിക്കൊടുത്ത് ഞാനും ഇക്കാക്കിയൊക്കെ, എൻ്റെ ഇക്കാക്ക എൻ്റെ അമ്മാൻ്റെ മകനാണ്, എൻ്റെ ഇക്കാക്ക, ഒരു വഫാത്തായി, അള്ളാഹുവിற்கு മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ രണ്ടാളും കൂടി ഓടിയിട്ട് രാവിലെ പോയി 3 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് വെള്ളിയാഴ്ച രാവിലെ ഇറച്ചിയും കൊണ്ടുവരാം. 1 കിലോ ഇറച്ചി 26 ആൾ, 26. പിന്നെ അതിൽ കൂട്ടം കുടുംബമൊക്കെ വരുന്നുണ്ടാവും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ആകെ 1 കിലോ ഇറച്ചി. ഈ 1 കിലോ ഇറച്ചി വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകും. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഇറച്ചിക്കറി കിട്ടുക. ആ ഇറച്ചിക്കറിയിൽ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കഷ്ണം നമ്മൾ എത്ര നേരം തിന്നാലും അത് ചീന്തിയിട്ട് ചവക്കുക. ഒരു കഷ്ണം ഇറത്തി ചീന്തി എടുത്ത് ചവച്ച് കഴിക്കുക. ഒരു കഷ്ണവും 2 കഷ്ണവും കിട്ടിയ ഭാഗ്യ. കാരണം അത്രയും ആളുണ്ടാവും. ഈ വ്യക്തിക്ക് കിഡ്നിക്ക് ഒരു കേടുമില്ല, ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അന്ന് കിഡ്നിക്ക് ഒരു കേടുമില്ല, പിന്നെയാണ് കിഡ്നിക്ക് കേടുണ്ടായിട്ടുണ്ടാകുക. കാരണം ഈ പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ നല്ലോണം ചവച്ചിട്ടില്ലെങ്കിൽ കിഡ്നിക്ക് വലിയ പണിയുണ്ടാവും.